സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അരി ഉൾപ്പെടെ എത്തിച്ചേരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പും ഈ മാസം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന അളവുകൾ, അതായത് സാധനങ്ങളുടെ അളവുകൾ സംബന്ധിച്ച അറിയിപ്പ്, അതിൻ്റെ വില സംബന്ധിച്ച അറിയിപ്പെല്ലാമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യം മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾ എടുക്കാം. AAY റേഷൻ കാർഡുകൾ. ഇത്തരം റേഷൻ കാർഡുകൾക്ക് 30 കിലോ അരി, 3 കിലോ ഗോതമ്പ് ഇത് സൗജന്യമായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ 2 പാക്കറ്റ് ആട്ട അത് 7 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇതുകൂടാതെ തന്നെ 27 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാര AAY റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇനി മുതൽ തുടർന്ന് അങ്ങോട്ട് പഞ്ചസാര ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി BPL റേഷൻ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്പെഷ്യൽ പഞ്ചസാര പോലുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല. അരിയും ഗോതമ്പ്, ആട്ട തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യമുണ്ടാകും. എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ഈ നിരക്കായിരിക്കും ബാധകമാകുന്നത്. സൗജന്യമായിട്ടാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇതുകൂടാതെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി 3 കിലോ വരെ കുറച്ച ശേഷം 3 പാക്കറ്റ് ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അവിടെ ഓരോ പാക്കറ്റിനും 9 രൂപ മാത്രം നമ്മൾ മുടക്കിയാൽ മതിയാകും. ഇനി APL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ എടുക്കാം. APL നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം അത് കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 3 കിലോ അരി വരെ APL റേഷൻ കാർഡുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ അരി വാങ്ങുമ്പോൾ അതിൻ്റെ നിരക്ക് 10 രൂപ 90 പൈസ എന്ന നിരക്കിലായിരിക്കും ഈടാക്കുന്നത്. ഇനി അടുത്തതായിട്ട് APL വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾ എടുക്കാം. വെള്ള റേഷൻ കാർഡുകൾക്ക് 6 കിലോ അരിയാണ് ലഭിക്കുക. സ്പെഷ്യൽ അരി വിഹിതമാണ്. അതുകൊണ്ട് തന്നെ 10 രൂപ 90 പൈസ നിരക്കിൽ നമുക്ക് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ. ഇത്തരം റേഷൻ കാർഡുകൾക്ക് 2 കിലോ ഭക്ഷ്യധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത്. അതും 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. സംസ്ഥാനത്തെ റേഷൻ കാർഡ് വഴി ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് റേഷൻ കടകൾ വഴിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നു. ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിലവിൽ ലഭ്യമാകുന്ന സബ്സിഡി പ്രൊഡക്റ്റുകളെല്ലാം റേഷൻ കാർഡ് ഉടമകൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളോടൊപ്പം തന്നെ വാങ്ങിയെങ്കിലേ സബ്സിഡി പ്രൊഡക്റ്റുകൾ ലഭ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല. സബ്സിഡി ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അടുത്തത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അറിയിപ്പ്. BPL വിഭാഗത്തിലെയും AAY വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസം വരെയാണ് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ചെയ്യാത്തവർക്കും റേഷൻ കിട്ടുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ അടുത്ത മാസം മുതലൊക്കെ ചിലപ്പോൾ ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഇനി നീല റേഷൻ കാർഡും വെള്ള റേഷൻ കാർഡും APL വിഭാഗത്തിലെ കാർഡുകളാണിവ. ഇവരിൽ പലർക്കും ഇപ്പോൾ ഇലക്ട്രോണിക് KYC ചെയ്യണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു. ചില റേഷൻ കടകളിൽ അവർക്ക് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ സംശയമായിട്ട് കാര്യങ്ങൾ ചോദിച്ചത്. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. എങ്കിലും വിവിധ ആളുകൾ ഈ കാര്യങ്ങളുമായിട്ട് റേഷൻ കടയിൽ എത്തിച്ചേർന്ന് APL കാർഡുകൾക്കും ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അതിനുള്ള സംവിധാനം ഈ പോസ്റ്റ് മെഷീനിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചത്. ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.